നമസ്കാരം. റേക്കി ശാക്തേയം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ പരിശീലനമാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച്, മൂലാധാരത്തെക്കുറിച്ച് ചെയ്തു. സ്വാധിഷ്ഠാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് മണിപൂരക ചക്രത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓരോ ചക്രങ്ങളിലും ഉള്ള ഈ ശുദ്ധീകരണ പ്രക്രിയ, ധ്യാനം, കുണ്ഡലിനി ആരോഹണത്തെക്കുറിച്ചുള്ള ഒരു സൂചന നമ്മിൽ വന്നു ചേരുന്നതിന് വേണ്ടിയാണ് റേക്കിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരുപക്ഷെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും, വൺ സിറ്റിങ്ങിൽ തന്നെ ഇരിക്കുന്ന ഒരു നിമിഷത്തിൽ തന്നെ അവേക്കനിങ് കുണ്ഡലിനി പവർ, അതായത് ഇമ്മൻസ് പവർ കൈവരിക്കുക, ഒറ്റയടിക്കൊന്നും ഒരു നിമിഷത്തിലൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ദീർഘനാളത്തെ പരിശീലനം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു പദ്ധതിയാണ് കുണ്ഡലിനി പ്രാക്ടീസ് യോഗം. അപ്പോൾ ഓരോ ചക്രങ്ങളെയും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ചക്രത്തിൻ്റെ ഉത്ക്രാന്തി, അത് നമ്മളെ ലീഡ് ചെയ്യിക്കുന്നത് ഈ കുണ്ഡലിനിയുടെ ഉണർവിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കലാണ്. അപ്പോൾ മണിപൂരകം വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ചക്രമാണ്. അനേകം ഉപചക്രങ്ങൾ അതിലുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. മണിപൂരാന്തരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി എന്നാണല്ലോ പറയുന്നത്. അതുപോലെ മണിപൂരാജ്ഞ നിലയ വദനത്രയ സംയുത വജ്രാദി കായുധോപേതടാമര്യാദി പിരാവൃത. ഈ മണിപൂരകം, ഈ ചക്രം സൂര്യനുമായി ബന്ധപ്പെട്ട ചക്രമാണ്. പ്രത്യേകിച്ചിത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ചക്രത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഫലമുണ്ടാകും. അതായത് ഈ സൂര്യൻ്റെ ശക്തി, സൂര്യനുമായി ബന്ധപ്പെട്ട കലാംശങ്ങൾ കൂടുതലായി ആർജിക്കുന്നതിന് സാധിക്കും. സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അവബോധജന്യമായിട്ടുള്ള ഒരു പ്രകാശം, റേക്കി, അത് അനാഹതത്തിൽ നിലയുറപ്പിച്ച് അതിനുശേഷം അതിനെ സ്വാധിഷ്ഠാനത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ആൽഫ നില കൈവരിക്കുകയും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും സമാധിയിലേക്ക്, ഒരു ആൽഫ സ്റ്റേജിലേക്ക്, ആ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്വാധിഷ്ഠാനത്തിൽ കുണ്ഡലിനിയുടെ ഉണർവിനെ പരിശീലിച്ച് നിർത്തിയിരിക്കുന്നത്. അതുവഴി ആ ചക്രം ശുദ്ധമായി കഴിഞ്ഞു, മൂലാധാരവും ശുദ്ധമായി കഴിഞ്ഞു. മണിപൂരകത്തിൽ എത്തുമ്പോൾ മൂലാധാരത്തെയും സ്വാധിഷ്ഠാനത്തെയും വിസ്മരിച്ചുകൊണ്ട് വീണ്ടും ധ്യാനാവസ്ഥയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. മണിപൂരകത്തിൻ്റെ മഞ്ഞ നിറമാണ്. നിങ്ങളുടെ സ്ഥാനം മണിപൂരകം ക്രമീകരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സുഖകരവും വിശ്രമവും നിങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. ആദ്യമായി നിങ്ങളുടെ അവബോധം പൊക്കിളിലേക്ക് കൊണ്ടുവരിക. ഇതാണ് മണിപൂരക ക്ഷേത്രം അല്ലെങ്കിൽ ട്രിഗർ പോയിന്റ്. പൊക്കിളിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധം തീവ്രമാക്കുക.
പൊക്കിൾ, ഈ ഭാഗത്തുള്ള നാഡി ഇടിപ്പ് അറിയുക. നിങ്ങളുടെ അവബോധം ഒരു നേർരേഖയിൽ ഇടാപിംഗള സുഷുമ്ന, നട്ടെല്ല്, മേരു, ആ 3 നാഡികളെക്കുറിച്ചുള്ള ഒരു അവബോധം നിങ്ങൾ കൊണ്ടുവരിക. ഇതാണ് മണിപൂരക ചക്രത്തിൻ്റെ സ്ഥാനം. അതാണ്ട് നട്ടെല്ലിൻ്റെ കീഴറ്റത്ത് നിന്ന് ഒരു 12 അങ്കുലം ഉയരത്തിലായിട്ടായിരിക്കും മണിപൂരകം കുടികൊള്ളുന്നത്. അല്പനിമിഷങ്ങൾ നിങ്ങൾ അവബോധം, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഞാൻ, പുറമേയുള്ള ഞാനല്ല, ഉള്ളിലുള്ള ഞാൻ, ആ ഞാൻ ഈ മണിപൂരക ചക്രത്തിൽ നിൽക്കട്ടെ. അതിനുശേഷം നട്ടെല്ലിലെ നാഡിക്ക് പിന്നിൽ അവിടെ നാഡി സ്പന്ദിക്കുന്നത് മെല്ലെ ശരീരത്തിൽ അനുഭവിക്കുക. അവിടെ ഒരു താളാത്മകമായിട്ടുള്ള പൾസ്, ബീറ്റ് നിങ്ങൾക്കവിടെ അനുഭവപ്പെടും. സുഖദായകമായിട്ടുള്ള ഒരു ചൂട്, ഒരു വാംത്ത്, നിങ്ങളെ ആരോ സ്പർശിച്ചതുപോലെ നിങ്ങൾക്കവിടെ അനുഭവപ്പെടും. ഇപ്പോൾ ഉദരഭാഗത്ത് ഉള്ള ശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനാവുക. ശ്വാസത്തോടൊപ്പം അടിവയറ്റിലെ മൃദുലമായ ആ വികാസം, സങ്കോചം, ഇത് രണ്ടും അനുഭവിക്കുക ശ്വാസം എടുക്കുമ്പോൾ. നിങ്ങൾ ഈ ഭാഗത്തിലൂടെ ശ്വസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നതായി സങ്കല്പിക്കുക. അതായത് നിങ്ങൾ ശ്വാസം, അബ്ഡോമിനൽ ബ്രീത്ത്, പൊക്കിളിലൂടെ ശ്വസിക്കുന്നു. ശ്വാസം അത് പൊക്കിളിലൂടെ പ്രവേശിച്ച് നേരെ നട്ടെല്ലിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് മണിപൂരക ചക്രത്തിലേക്ക് സഞ്ചരിക്കുന്നു. തത്സമയം അത് മഞ്ഞ, ചുവപ്പ് എന്നീ നിറത്തോടു കൂടി അത് വികസിക്കുന്ന ചക്രദളങ്ങൾ. ശ്വാസം വിടുമ്പോൾ നട്ടെല്ലിലെ ചക്രബിന്ദുവിൽ നിന്ന് നാഭിയിലേക്ക് ശ്വാസം മുന്നോട്ട് സഞ്ചരിക്കുന്നു. ഈ രീതിയിൽ അല്പസമയം നിങ്ങൾ തുടരുക. അപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൻ്റെയും ചക്രത്തിൻ്റെയും ഇടയിൽ ബിന്ദുക്കൾക്കിടയിൽ ശ്വാസം ഉപയോഗിച്ച് അവബോധത്തെ നീക്കം ചെയ്യുക. ശ്വസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വസിക്കുമ്പോൾ വയറ് വികസിക്കുന്നതും ശ്വാസം നാഭിയിൽ നിന്ന് മണിപൂരകത്തിൻ്റെ പിന്നിലേക്ക് നീങ്ങുന്നതും അനുഭവിക്കുക. ശ്വാസം വിടുമ്പോൾ വയറ് ചുരുങ്ങുന്നതും നട്ടെല്ലിലെ മണിപൂരക ചക്രബിന്ദുവിൽ നിന്ന് ശ്വാസം മണിപൂരക ക്ഷേത്രപ്രദേശത്തേക്ക് നീങ്ങുന്നതും അനുഭവിക്കുക. ചലനത്തിലൂടെ ഈ 2 ബിന്ദുക്കൾക്കിടയിൽ ഒരു മാനസിക പാത സൃഷ്ടിക്കുക. അതായത് നിങ്ങൾ പുറം ലോകവുമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് ശ്രവ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും വിസ്മരിക്കുക. അതിനുശേഷം നിങ്ങളുടെ മണിപൂരക ചക്രത്തിൻ്റെ പ്രദേശത്ത് ഒരു പാത, അതായത് ഒരു പ്രാണഗതി സഞ്ചാരത്തിന്, അഗ്നിയുടെ പ്രതിരൂപമാണ് മണിപൂര ചക്രം, അഗ്നിദഗ്ധമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു തീപ്പൊരി, സ്പാർക്കിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ഫയർ, ഇത് കത്തുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം, അങ്ങനെയുള്ള ഒരു തീയുടെ ആളലിൻ്റെ ആ ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മണിപൂരകത്തിൽ നിന്ന് ഒരഗ്നി ജ്വാല
നിങ്ങളിലേക്ക് തന്നെ മൊത്തത്തിൽ അത് പ്രസരിക്കുന്നു. നിങ്ങളിൽ തന്നെ ഒരു ഹോമകുണ്ട് സംസ്ഥാപിതമാകുന്നു. ഈ സമയം നിങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ്, നെഗറ്റിവിറ്റീസ്, ബ്ലോക്കേജസ് എല്ലാം ബേൺ ചെയ്യുന്നു. വീണ്ടും ആ ജ്വാലാമാലിനി കാക്ഷിത്താവ് അഗ്നിപ്രകാരമെത്തിക്കുക, അതിങ്ങനെ കത്തി വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം അവബോധത്തിൽ ഉൾപ്പെടുത്തുക. ശ്വാസത്തിൽ മാത്രം വീണ്ടും ശ്രദ്ധിക്കുക. ഈ മണിപൂരക ക്ഷേത്രത്തെയും മണിപൂരക ചക്രത്തെയും ബന്ധിപ്പിക്കുന്നതായി തോന്നുക. അപ്പോൾ പ്രാണൻ്റെ ഒരു ചങ്ങല ഈ ദളങ്ങളിലെല്ലാം തന്നെ ഒരു കണ്ണികൾ കൂടിച്ചേർന്ന് എല്ലാ ദളങ്ങളും ഒരു യുനാനിമസ് ആക്ടിവിറ്റീസ് മണിപൂരക ചക്രത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾ ചാക്ഷുഷീകരിക്കുക, വിഷ്വലൈസ് ചെയ്യുക, സങ്കല്പിക്കുക. ഇതോടൊപ്പം തന്നെ ശ്വാസം, സ്വച്ഛന്തമായ ശ്വാസം, അത് തുടർന്നുകൊണ്ടിരിക്കുക. പൊക്കിളിലൂടെ ശ്വസിക്കുന്നു, ബിന്ദുവിനെ കാണുന്നു, മറ്റൊരു ബിന്ദുവിനെ കാണുന്നു. ശ്വാസം നട്ടെല്ലിലൂടെ മുകളിലേക്ക് മണിപൂരകത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസം കൂടുതൽ സൂക്ഷ്മമാകുന്നതായി അറിയുക. അങ്ങനെ ഈ അവബോധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചലനം സ്വയമേവയും ആയാസരഹിതമായും മാറുമ്പോൾ അങ്ങനെ തീ ആളുമ്പോൾ അതിങ്ങനെ ചാൻറ്റ് ചെയ്യുക. ശ്വസിക്കുമ്പോൾ മന്ത്രം നാഭിയിൽ മണിപൂര ക്ഷേത്രത്തിൽ നിന്ന് ശ്വാസത്തോടൊപ്പം നട്ടെല്ലിലെ മണിപൂര ചക്രത്തിലേക്ക് നേരെ പിന്നിലേക്ക് നീങ്ങുന്നു. ശ്വാസം വിടുമ്പോൾ മന്ത്രം മണിപൂരക ചക്രത്തിൽ നിന്ന് നാഭിയിലെ മണിപൂരക ക്ഷേത്രത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു. ഈ മാനസിക ഭാഗത്തിൽ മന്ത്രവും ശ്വാസവും ചലിക്കുന്നത് അനുഭവിക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിലും ചലിക്കുന്ന മന്ത്രത്തിൻ്റെ കമ്പനത്തെക്കുറിച്ചുള്ള അവബോധം തീവ്രമാക്കുക. മന്ത്രവും ശ്വാസവും മണിപൂരക ചക്രത്തെ ശുദ്ധീകരിക്കുകയും തുറക്കുകയും ചെയ്യുന്നുവെന്ന് തോന്നുക. 5 മിനിറ്റ് സമയം നിങ്ങൾ സിദ്ധാസനത്തിലോ സിദ്ധയോനി ആശ്രമത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലോ ഇരുന്നിട്ടാണ് ധ്യാനം നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ കാൽമുട്ടുകളിൽ കൈപ്പത്തികൾ വെച്ചിട്ട് കമഴ്ത്തി വെച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ താടയിൽ കൈകൾ വെച്ചിട്ട് ഈ പ്രാക്ടീസ് മണിപൂരകത്തെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ഈ സമയത്ത് റെയ്ക്കിയുടെ പ്രവാഹം കൈവെള്ളകളിലൂടെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ ഓറയും ചക്രങ്ങളും ശുദ്ധീകരിക്കുന്നതായിട്ടും കുണ്ടലിനി ആരോഹണം തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടും ചിലപ്പോൾ കുറേ നാളുകൾ എടുക്കാം. ഒരുപക്ഷെ തത്സമയം തന്നെ കുണ്ടലിനിയുടെ അവേക്കനിങ് സംഭവിക്കാം. എന്തു തന്നെയായാലും ഫലത്തെക്കുറിച്ചുള്ള ഭയാശങ്ക വേണ്ട, ചെയ്യുക, ഡു. അത് മാത്രമാണ് ഇതിനകത്ത്
ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട്. ശ്വാസമെടുക്കുക, പൊക്കിളിലൂടെ ശ്വാസമെടുക്കുക. മണിപൂരകം ഇങ്ങനെ തിളങ്ങുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു, അഗ്നി എരിയുന്നു. രം. Then chanting the pollination song, Hello, Kilo, Mana, Holo, Se, Ki, Soham. 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 പിന്നീടുള്ള നിശബ്ദതയിൽ ആ നിശബ്ദതയെ മാത്രം നമ്മൾ ശ്വാസമായി അതിനെ ഭുജിക്കുക, അതിനെ ഭക്ഷിക്കുക. കംപ്ലീറ്റ് സൈലൻസ്, എൻ്റയർ ബോഡി റിലാക്സ് ആൻഡ് സൈലൻസ്. ദെൻ നിങ്ങൾ കൈകൾ പരസ്പരം അഭിമുഖമായി പിടിക്കുമ്പോൾ നിങ്ങളുടെ ഓറയെ നിങ്ങൾക്ക് സ്പർശിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകും. കൈപ്പത്തികൾക്കുള്ളിൽ ശക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ ഓറയെ തന്നെ നിങ്ങൾക്കിങ്ങനെ 2 ഇഞ്ച്, 8 ഇഞ്ച്, 18 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രോഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ കൈ ഓടിക്കുമ്പോൾ ഓറയിൽ ഇങ്ങനെ നമുക്കവിടെ തടയും. അങ്ങനെ ഓറ റീഡ് ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് നമ്മൾ എത്തിച്ചേരും. മണിപ്പൂരകം വരെ ആക്ടിവൈസ് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ഹീലറാകാം, ഒരു രോഗശാന്തിക്കാരനാകാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവരിലും ഹീലിംഗ് പവറുണ്ട്. തൊട്ട് സുഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പവർ എല്ലാ ഹാൻഡ്സിലും ഉണ്ട്. എല്ലാവരുടെയും അതൊരു ബർത്ത് റൈറ്റാണ്, ജന്മാവകാശമാണ് ഹീലിംഗ് കപ്പാസിറ്റി. പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊരു റൂളർ ആകാൻ കഴിയില്ലെങ്കിൽ ഒരു മിനിമം ഒരു ഹീലറെങ്കിലും ആയിത്തീരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ കൈകൾക്ക് ഒരു ഹീലിംഗ് കപ്പാസിറ്റി, ഹീലിംഗ് പവർ ഉണ്ടെങ്കിൽ അത് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അത് നിങ്ങളുടെ കൈകൾ ഉപകരിക്കും എന്നുള്ളതാണ്. സൗഖ്യം നൽകാൻ, രോഗശാന്തി നൽകാൻ. അതൊരു പക്ഷേ ഒരു മനുഷ്യനാകാം, ഒരു അപരിചിതനാകാം, ഇല്ലെങ്കിൽ ഒരു മൃഗത്തിനാകാം, ഇല്ലെങ്കിൽ ഒരു പ്ലാന്റിനാകാം, ഒരു ചെടിക്കാകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാകാം അതിൻ്റെ ഈ ഹീലിംഗ് പവർ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ നമ്മളുടെ കൈകൾ സംശുദ്ധീകരിക്കുന്നതിനായി നമ്മൾ ഈ ചക്രശുദ്ധി നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് വിത്ത് ലവ് ലൈറ്റ് ഓഫ് ലൈറ്റ്.